രാം ഏക് അച്ഛാ ലഡ്ക ഹേ. രാം എന്ന് പറഞ്ഞ രാമന്, ഏക് ഒരു, അച്ഛ നല്ല, ലഡ്ക കുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി, ഹേ ആണ്. അപ്പൊ എന്താ രാം ഒരു നല്ല കുട്ടിയാണ് അല്ലെങ്കിൽ രാം ഒരു നല്ല ആൺകുട്ടിയാണ് എന്നായി. എങ്ങനെയാണോ നമ്മൾ മലയാളത്തിൽ സെന്റൻസ് വെച്ച് പോകുന്നത് അതേ രീതിയിൽ ഹിന്ദിയിലും സെന്റൻസ് വെച്ച് പോകാൻ പറ്റും. വളരെ സിമ്പിളാണ്. ഇവിടെ കണ്ടോ, ആ ഇല്ലേ അല്ലെ, ആണ്, ആകുന്നു, ആ അതുപോലും മലയാളത്തിൽ എവിടെയാണോ വരുന്നത് അതേ പൊസിഷനിലാണ് ഹിന്ദിയിൽ വരുന്നത്. വളരെ സിമ്പിളാണ്. അപ്പൊ ഒന്നാമത്തെ സെന്റൻസ് മനസ്സിലായല്ലോ. എന്താണ്? രാം ഒരു നല്ല ആൺകുട്ടിയാണ് അല്ല ആകുന്നു എന്നായി. ഇനി നമ്മുടെ രണ്ടാമത്തെ സെന്റൻസ് ആണ് വെഹെ. വെഹെ അവൻ. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ വെഹെ ഷോർട്ടാക്കി പറയും, വോ വോ എന്ന് പറയും, അവൻ, വോ. അപ്പൊ വെഹെ പറയാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും പറയും, ഒരു കുഴപ്പമില്ല. വെഹെ അവൻ, അപ്പനെ അവന്റെ, അവൻ അവന്റെ, മാത, മാത എന്താണ്? അമ്മ. പിത എന്ന് പറഞ്ഞാലോ അച്ഛൻ. ഇനി അടുത്താണ്, ഇവിടെ ഉണ്ടോ, ഇവിടെ യെല്ലോ ഒരു മഞ്ഞ കളറിൽ കെ സാത്ത്. എന്താണ്? കെ സാത്ത്. അതിങ്ങനെ സെറ്റാണ്. കെ സാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ എന്നാണ്, കൂടെ. കെ സാത്ത് കൂടെ. രഹതാഹെ, രഹന എന്ന് പറഞ്ഞാൽ താമസിക്കുക എന്നാണ്. അപ്പൊ രഹതാഹെ താമസിക്കുന്നു എന്നായി. അപ്പൊ എന്തായി നോക്കണോ, ഇവിടെ ഉണ്ടോ, അവൻ അവന്റെ, അവൻ അവന്റെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ, അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ താമസിക്കുന്നു എന്നാണ് അല്ലേ. അതേ സെയിം പൊസിഷൻ ആണല്ലോ. ഇവിടെ നോക്കൂ, വെഹെ അപ്നെ മാതാ പിതാ കെ സാത്ത് രഹതാ ഹെ എന്നുവെച്ചാൽ അവൻ അവന്റെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ താമസിക്കുന്നു. ഇത്ര സിമ്പിളാണ്. ഇനി ഞാൻ ഈ ഒരു ഹിന്ദി സെന്റൻസിന് അടിയിൽ മലയാളത്തിൽ ഹിന്ദിയുടെ ഉച്ചാരണം എഴുതിയിട്ടില്ല. അതിൻ്റെ കാരണം വെച്ചാൽ നമ്മൾ ഇങ്ങനെ തന്നെ വായിക്കുക. നമ്മൾ ഒരേ വേർഡ് വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് ആ വേർഡ് കാണുമ്പോൾ തന്നെ അതിൻ്റെ കറക്റ്റ് ഉച്ചാരണം നമ്മുടെ മനസ്സിൽ വരും. നമ്മൾ മലയാളം എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മലയാളം നോക്കി ഇങ്ങനെ വായിക്കും. മനസ്സിലായില്ല? അപ്പം മലയാളം ഇല്ലാതെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലെ വായിച്ച് നോക്കുക ഓരോ വേർഡിൻ്റെയും. നിങ്ങളുടെ റീഡിങ്, ഹിന്ദിയിലെ റീഡിങ് പെർഫെക്റ്റ് ആവും. ഇനി നമ്മുടെ അടുത്ത മൂന്നാമത്തെ സെന്റൻസ് ആണ്. കണ്ടോ, ഹർ സുബേ എന്നാണ്. ഹർ സുബേ. ഹർ സുബേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റാണ്, വാക്യാണ്. ഹർ സുബേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാവിലെയും അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ, എല്ലാ ദിവസവും രാവിലെ. വെഹെ അവൻ, ജൽദി എന്നാൽ നേരത്തെ. അപ്പൊ അവൻ നേരത്തെ. ഉഡ്താഹെ, ഉട്ന എന്ന് പറഞ്ഞാൽ എണീക്കുക എന്നാണ്. അപ്പൊ ഉഡ്താഹെ എന്ന് പറഞ്ഞാൽ എണീക്കുന്നു എന്നായി. അപ്പൊ എന്തായി, എല്ലാ രാവിലെയും അവൻ നേരത്തെ എണീക്കുന്നു അല്ലെങ്കിൽ നേരത്തെ എണീക്കാറുണ്ട് എന്നായി അല്ലേ. സെയിം മലയാളത്തിൽ അതേ അല്ലേ പൊസിഷൻസ്. ഇനി അടുത്താണ് വെഹെ അവൻ, അപ്പനെ അവന്റെ, അപ്പനെ അവന്റെ. അപ്പനെ എന്ന് പറയുന്ന വേർഡൊരു കോമൺ ആയിട്ടൊരു അർത്ഥമുണ്ട്, തൻ്റെ എന്ന് പറയും. തൻ്റെ എന്നല്ല, തൻ്റെ, താൻ തൻ്റെ പേര് പറയൂ, തൻ്റെ എന്ന് പറയും. അപ്പോ അവൻ അവന്റെ. ദാത്ത്, ദാത്ത് എന്ന് പറഞ്ഞാൽ പല്ലിനാണ്. ദാത്ത് എന്ന് പറഞ്ഞാൽ പല്ല്. സാഫ് എന്ന് പറഞ്ഞാൽ വൃത്തി, വൃത്തിയാക്കുന്നത്, വൃത്തി. കർത്താഹെ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു എന്നായി. കർത്താഹെ, കർത്താഹെ ചെയ്യുന്നു. അന്നുമാണ്, ചെയ്യുന്നു. ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയില്ല, അതാണിത്, ഹേ. അപ്പൊ ഇവിടെ നോക്കൂ, അവൻ അവന്റെ പല്ല് വൃത്തിയാക്കുന്നു അല്ലെങ്കിൽ പല്ല് വൃത്തിയാക്കാറുണ്ട് എന്നർത്ഥം. ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നു, എന്നും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ. അപ്പൊ നമ്മളിങ്ങനെ എന്നും ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് ഹിന്ദിയിൽ താഹെ തീഹെ തെഹെ എന്ന് പറയാം. താഹെ തീഹെ തെഹെ. ഓക്കെ. അപ്പൊ ഞാൻ ഒന്നുകൂടി വായിക്കാം. എന്താണ്? വെഹെ അപ്നെ ദാത് സാഫ് കർത്താ ഹെ. അവൻ അവന്റെ പല്ല് വൃത്തിയാക്കാറുണ്ട് അല്ലെങ്കിൽ ആക്കുന്നു എന്നായി. ഓക്കെ. ഇനി അടുത്താണ് ഓർ, അതുപോലെ. നാഥാഹെ, നാഥ, നാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കുക എന്നാണ്. അപ്പൊ നാത്താഹെ എന്ന് പറഞ്ഞാലോ കുളിക്കുന്നു അല്ലെങ്കിൽ കുളിക്കാറുണ്ട് എന്നായി. അപ്പൊ നമുക്ക് ഇവിടം വരെ നോക്കിയാലോ. ഇവിടെ ഉണ്ടോ, ഹർ സുബഹെ വെഹെ ജൽദി ഉഠ്താഹെ. എല്ലാ രാവിലെയും അവൻ നേരത്തെ എണീക്കുന്നു. വെഹെ അപ്നെ ദാത് സാഫ് കർത്താ ഹെ. അവൻ അവന്റെ പല്ല് വൃത്തിയാക്കുന്നു എന്നായി. ഓർ നാത്താഹെ, അതുപോലെ കുളിക്കുന്നു.
ഇനി അടുത്താണ് ഫിർ. ഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്നാണ്, പിന്നീട് അല്ലെങ്കിൽ പിന്നെ, പിന്നെ അല്ലെങ്കിൽ പിന്നീട്. വെഹ അവൻ. അപ്പോൾ വീണ്ടും വീണ്ടും വെഹ കേട്ട് കേട്ട് എന്തായി, അതിൻ്റെ ഉച്ചാരണവും അതിൻ്റെ അർത്ഥമൊക്കെ നമ്മുടെ ഇല്ലേ മനസ്സിൽ വന്നു അല്ലേ. ഇനി എവിടെ ഈ വേർഡ് കണ്ടാലും പെട്ടെന്ന് വായിക്കാൻ പറ്റും. വെഹ അവൻ ആണല്ലോ. അവനല്ല അവൻ, അവൻ അല്ലെങ്കിൽ അവൾ രണ്ടും പറയാട്ടോ. വെഹ എന്ന് പറഞ്ഞാൽ അവനും ഉണ്ട് അവളും ഉണ്ട്. അടുത്താണ് ഫിർ പിന്നീട്. വെഹ അവൻ. നാസ്ത. നാസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്, രാവിലത്തെ ഭക്ഷണമല്ലേ. നാസ്ത കർത്താഹെ എന്നുവെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ്. കർത്താഹെ നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തണം. എങ്ങനെ ഉള്ളൂ. പിന്നീട് വെഹ നാസ്ത കർത്താഹെ എന്ന് വെച്ചാൽ പിന്നീട് അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു എന്നർത്ഥം. കഴിക്കുന്നു. ഓക്കെ, കഴിക്കുന്നു. ഇവിടെ കർത്താഹെ എന്ന് പറയുന്നതാണ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ അതിന് മുന്നേ വരുന്ന വേർഡില്ലേ അതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇങ്ങനെ വരും. അത് നമ്മൾ ഒരുപാട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതാണ് സംഭവം. ഉസ്കെ ബാദ്. ഉസ്കെ ബാദ്. ഉസ്കെ ബാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം എന്നാണ്. അതിന് ശേഷം. ഉസ്കെ ബാദ് അതിന് ശേഷം. വെഹ അവൻ. സ്കൂൾ തന്നെ. ജാത്താഹെ പോകുന്നു. ജാനാ പോകുക എന്നാണ്. ഹെ എന്ന് പറഞ്ഞാൽ അല്ലേ, ആണ് അല്ല ആകുന്നു ഉള്ള. അപ്പം എന്തായി, ഉസ്കെ ബാദ് വെഹ സ്കൂൾ ജാത്താഹെ അതിനുശേഷം അവൻ സ്കൂളിലേക്ക് പോകുന്നു എന്നാണ്. അതിനുശേഷം അവൻ സ്കൂളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പോകാറുണ്ട് എന്നർത്ഥം. പോകാറുണ്ട് അല്ലെങ്കിൽ പോകുന്നു. ഓക്കെ, അത് ഓക്കെയാണല്ലോ, അത് ഓക്കെയാണ്. ഇനി അടുത്താണ് സ്കൂൾ മേ. ഈ മേ കണ്ടോ, ഈ മേ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള മേ അല്ല, ഇത് ഇൽ എന്നുള്ള അർത്ഥമാണ്. ഉള്ളിൽ എന്ന് പറഞ്ഞേ, ഉള്ളിൽ. സ്കൂൾ മേ, സ്കൂളിൽ. ഇവിടെ കണ്ടോ, ഇവിടെ ഈ മേന്റെ മുകളിൽ കണ്ടോ ആകെ ഒരു ഇതേ ഉള്ളൂ അല്ലേ, വള്ളി. അവിടെ രണ്ടെണ്ണം വരും. അപ്പോഴാണ് എന്ത് മേ, ഞാൻ എന്നുള്ള അർത്ഥം. ഞാൻ മേ, ഇത് ഒന്നേ ഉള്ളൂ, ഇൽ എന്നർത്ഥം. ഇൽ. ഓക്കെ, അപ്പൊ എന്തായി സ്കൂൾ മേ. സ്കൂൾ മേ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്നാണ്. സ്കൂളിൽ. വെഹ അവൻ. സ്കൂളിൽ അവൻ. അപ്പനെ അവന്റെ. ദോസ്തോസെ ഉണ്ടോ, ദോസ്തോസെ. ദോസ്ത് എന്താ അറിയാലോ, കൂട്ടുകാർ അല്ലേ. ദോസ്തോസെ കൂട്ടുകാരെ എന്നാണ്. കൂട്ടുകാരെ അല്ലെങ്കിൽ കൂട്ടുകാരോട്. കൂട്ടുകാരെ. മിൽത്താഹെ. മിൽത്താഹെ. മില്ല എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക എന്നാണ്, അല്ലെ കാണുക എന്നാണ്. അപ്പൊ എന്തായി മിൽത്താഹെ കാണാറുണ്ട് എന്നായി, അല്ലെങ്കിൽ കാണുന്നു എന്നായി. ഉണ്ടോ മലയാളത്തിൽ അതേ സ്കൂൾ മാൻ. സ്കൂളിൽ അവൻ. സ്കൂളിൽ അവൻ അവന്റെ കൂട്ടുകാരെ കാണാറുണ്ട് അല്ലെങ്കിൽ കാണുന്നു എന്നായി. ഓക്കെ, ഇനി അടുത്താണ് സബി. സബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും. സബി എല്ലാവരും. സബി. മിൽക്കർ. മിൽക്കർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് എന്നാണ്, ഒരുമിച്ച്. അപ്പൊ എന്തായി സബി മിൽക്കർ. ഇവിടെ ഉണ്ടോ, സബി മിൽക്കർ എല്ലാവരും ഒരുമിച്ച്. സബി മിൽക്കർ എല്ലാവരും ഒരുമിച്ച്. പടായി എന്ന് പറഞ്ഞാൽ പഠിത്തം. പടായി എന്ന് പറഞ്ഞാൽ പഠിത്തം. പടായി. കർത്തേഹെ. കർത്തേഹെ ചെയ്യാറുണ്ട് അല്ല ചെയ്യുന്നു എന്നായി. അപ്പൊ എന്താ ഇവിടെ നോക്കൂ, സെയിം മലയാളത്തിൽ അതേ രീതി. എല്ലാവരും ഒരുമിച്ച്. എല്ലാവരും ഒരുമിച്ച് പഠിത്തം ചെയ്യാറുണ്ട് എന്നായി. എന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ച് പഠിക്കാറുണ്ട് എന്നായി, അല്ലെങ്കിൽ പഠിക്കുന്നു. ഇനി അടുത്താണ് ഓർ അതുപോലെ. കേൾത്തേഹെ കളിക്കുന്നു അല്ലെങ്കിൽ കളിക്കാറുണ്ട് എന്നായി. കളിക്കുന്നു അല്ലെങ്കിൽ കളിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ ലാസ്റ്റ് വരുന്നുണ്ട്, ലാസ്റ്റ് സെന്റൻസ് ലാസ്റ്റ് താഹെ തീഹെ തേ വരുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്, നമ്മൾ എന്നും ചെയ്യാറുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ താഹെ തീഹെ എന്ന് പറയാം. ജാത്താഹെ പോകാറുണ്ട് അല്ലെങ്കിൽ പോകുന്നു എന്നുള്ള ഒരു ഡെയിലി. ഇനി അടുത്താണ് ഇവിടെ കണ്ടോ, ശിക്ഷക്. ശിക്ഷക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകൻ എന്നാണ്, അധ്യാപകൻ. ശിക്ഷക് ഉനെ. ഉനെ എന്ന് പറഞ്ഞാൽ അവരെ കുട്ടികൾ, അവരെ. ശിക്ഷക് അവരെ. നൈ എന്ന് പറഞ്ഞാൽ പുതിയ. അപ്പൊ ശിക്ഷക് അധ്യാപകൻ. അധ്യാപകൻ അവരെ പുതിയ. ബാത്തെ. ബാത്തെ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ. ബാത്ത കാര്യങ്ങൾ. സിക്കാത്തേഹെ. സിക്കാന എന്നാൽ പഠിപ്പിക്കുക എന്നാണ്. സിക്കാത്തേഹെ പഠിപ്പിക്കുന്നു. അപ്പൊ എന്താ ഇവിടെ കണ്ടോ, അധ്യാപകൻ അവരെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അധ്യാപകർ അവരെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ശിക്ഷക് ഉനെ നയി ബാത്തെ സിക്കാത്തെ ഹേ. അല്ലേ, അതേ രീതിയല്ലേ, അതേ മലയാളത്തിൽ അതേ രീതിയിൽ വെച്ച് പോവാം. ഇനി അടുത്ത് നോക്കാം. ഇവിടെ കണ്ടോളൂ. ഷാംകോ.
ഷാംകോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം എന്നാണ്. വൈകുന്നേരം ഷാംകോ. ഷാംകോ. രാം. രാം. ഘർ എന്ന് പറഞ്ഞാൽ വീട്. ഓക്കെ. ലോട്ട്താ ഹെ. ലോട്ട്ന. ലോട്ട്ന. ലോട്ട്താ ഹെ എന്ന് പറഞ്ഞാൽ തിരിച്ചു പോവുക എന്നാണ്. തിരിച്ചു പോവുക. ലോട്ട്താ ഹെ. അപ്പം എന്താ രാം. ഷാംകോ. ഷാംകോ. വൈകുന്നേരം രാം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു എന്നാണ്. വൈകുന്നേരം രാം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു എന്നായി. അത് ഓക്കെയാണല്ലോ. വളരെ ഓക്കെയാണ്. അടുത്താണ് വെഹ. അവൻ. കേട്ട് പഠിച്ചില്ലേ? അവൻ. അപ്ന. അവൻ്റെ ഹോംവർക്ക്. ഹോംവർക്ക് മനസ്സിലായല്ലോ? ഹോംവർക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ ഹോംവർക്കിൻ്റെ ഹിന്ദി നോക്കുകയാണെങ്കിൽ ഗ്രഹകാരി എന്ന് പറയാം. ഗ്രഹകാരി. പക്ഷേ ചില വേർഡ്സുകളുണ്ടല്ലോ, ചില വേർഡുകൾ എല്ലാ ഭാഷയിലും ഇംഗ്ലീഷാണ് ഉപയോഗിക്കുക. ഇപ്പോൾ ഹോംവർക്കിനാണ് ഇവിടെയും പറയാറുള്ളത്. അപ്പോൾ എന്തായാലും ആണ് അവൻ. അവൻ അവൻ്റെ ഹോംവർക്ക് പൂര. പൂര എന്ന് പറഞ്ഞാൽ മുഴുവൻ എന്നാണ്. പൂര എന്ന് പറഞ്ഞാൽ മുഴുവൻ. അപ്പം എന്തായി? അവൻ അവൻ്റെ ഹോംവർക്ക് മുഴുവൻ. അവൻ അവൻ്റെ ഹോംവർക്ക് മുഴുവൻ കർത്താ ഹെ ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്നായി. അപ്പം അവൻ അവൻ്റെ ഹോംവർക്ക് മുഴുവൻ അല്ലേ? അവൻ അവൻ്റെ ഹോംവർക്ക് മുഴുവൻ ചെയ്യുന്നു എന്നായി. വഹ അപ്ന ഹോംവർക്ക് പൂര കർത്താ ഹെ. ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. ഇനി അടുത്താണ് ഫിർ. പിന്നീട്. അപ്പോൾ നമ്മൾ ഈ ഫിർ എന്നുള്ള വേർഡ് വീണ്ടും കേൾക്കുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഉച്ചാരണവും അതിൻ്റെ മീനിങ്ങും നിങ്ങൾ അറിയാതെ പഠിക്കും. അത് അങ്ങനെ തന്നെയാണ്. ഫിർ പിന്നീട്. അപ്പനെ തൻ്റെ. അപ്പന തൻ്റെ. അപ്പം ഇതിൻ്റെ മുന്നേ ഈ അപ്പനെ മുന്നേ ഒരു വേർഡ് വരാൻ വിചാരിക്കുക. അവൻ വരാണ്. അപ്പം അവൻ അവൻ്റെ, ഞാൻ എൻ്റെ അല്ലേ, അവൾ അവളുടെ. അതാണ് അപ്ന എന്ന് പറയുന്ന വേർഡിൻ്റെ കോമൺ ആയിട്ടുള്ള അർത്ഥമാണ് എന്ത്? തൻ്റെ എന്നുള്ളത്. തൻ്റെ. പിന്നെ പറഞ്ഞതാണ് അപ്പോൾ പിന്നീട് തൻ്റെ പരിവാർ എന്ന് പറഞ്ഞതാണ് കുടുംബം എന്നാണ്. പരിവാർ കുടുംബം. കെ സാത്ത്. ഓർമ്മയുണ്ടോ? കെ സാത്ത് എന്താ? കെ സാത്ത് കൂടെ. ഇവിടെ ഉണ്ടോ? കെ സാത്ത് കൂടെ. അപ്പം എന്തായി? കുടുംബത്തിൻ്റെ കൂടെ എന്നായി അല്ലേ? ഖാന എന്നതാണ് ഭക്ഷണം. ഖാന. ഖാത്താ ഹെ. ഖാന ഖാത്താ ഹെ. ഖാത്താ ഹെ കഴിക്കാറുണ്ട് എന്നായി. കഴിക്കാറുണ്ട് കഴിക്കുന്നു എന്നായി. അപ്പം ഇവിടെ നോക്കൂ. ഫിർ അപ്നെ പരിവാർ കെ സാത്ത് ഖാന ഖാത്തെ ഹെ എന്ന് വെച്ചാൽ പിന്നീട് തൻ്റെ കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കൂടെ കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ കഴിക്കാറുണ്ട് എന്നായി അല്ലേ? വളരെ സിമ്പിളാണ് ആണല്ലോ? സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഓർ അതുപോലെ എന്താ പറയുക? ഖുഷീസ്. എവിടെയാണ്? ഖുഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തോടെ എന്നാണ്. സന്തോഷത്തോടെ. ഖുഷീസെ. സോ ജാത്തെ ഹെ. സോന എന്ന് പറഞ്ഞാൽ ഉറങ്ങുക എന്നാണ്. അപ്പോൾ സോനക്ക് രണ്ടർത്ഥമുണ്ട്. ഒന്നാണ് സോന എന്ന സ്വർണം. അത് ഇതാണ് നൗൺ എന്നാ പറയുക. പേരാണ് സോന, സ്വർണം. രണ്ടാമത്താണ് ആക്ഷനെ കാണിക്കൂലേ? ആക്ഷനെ കാണിക്കാൻ വേണ്ടി നമ്മൾ സോന എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥം ഉറങ്ങുക എന്നാണ്. ഉറങ്ങുക. അപ്പോൾ സോ ജാത്ത ഹെ എന്ന് പറഞ്ഞാൽ ഉറങ്ങാറുണ്ട് എന്നായി. ഇങ്ങനെ ഇവിടെ കണ്ടോ? ഓർ അതുപോലെ ഖുഷീസെ സോ ജാത്ത ഹെ എന്താണ്? ഖുഷീസെ സോ ജാത്ത ഹെ സന്തോഷത്തോടെ ഉറങ്ങുന്നു അല്ലെങ്കിൽ സന്തോഷത്തോടെ ഉറങ്ങാറുണ്ട് എന്നായി അല്ലേ? എത്ര സിമ്പിളാണ്. എങ്ങനെയാണോ മലയാളം വെച്ച് പോകുക അതേ രീതിയിൽ എന്ത് ചെയ്യുക? വെച്ച് പോവുക ആണല്ലോ. ഇനി നിങ്ങൾ ഒരു വീഡിയോ പോലും മിസ്സാവാതെ തുടർച്ചയായിട്ട് കാണുക. സംസാരം മാത്രമല്ല, സംസാരം ഓക്കെ ആവും, സെൻറ്റൻസ് ഉണ്ടാക്കുന്ന രീതി, പാറ്റേൺ എല്ലാം ക്ലിയർ ആവും. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ ഒരു പാരഗ്രാഫിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. സ്ക്രീൻഷോട്ട് എടുത്താൽ മാത്രം പോരാ, എടുത്തതിന് ശേഷം നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഇത് നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് വായിച്ച് നോക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിൽ മലയാളത്തിൽ ഉച്ചാരണം എഴുതിയിട്ടില്ല, അത് എഴുതാത്തതാണ് നല്ലത്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഹിന്ദി കണ്ടിട്ട് തന്നെ അതിൻ്റെ ഉച്ചാരണം പഠിച്ചു പോവുക. കാരണം നിങ്ങൾ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഒരു 3-4 തവണ കണ്ടു നോക്കൂ. ഒരു 3-4 തവണ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓരോ വേർഡിൻ്റെയും ഉച്ചാരണം കറക്റ്റ് മനസ്സിലാവും. ഇനി വരും വീഡിയോസിലുണ്ടല്ലോ, അതിലൊക്കെ ഈ വേർഡ്സുകൾ നമ്മൾ വീണ്ടും ഉപയോഗിക്കും. നമ്മൾ ഒരേ വേർഡ്സുകൾ വീണ്ടും കാണുമ്പോൾ അത് നമ്മൾ അറിയാതെ പഠിയും. അങ്ങനെ പഠിക്കണം, അപ്പോഴാണ് പെർഫെക്ഷൻ വരുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ വീഡിയോ എന്ത് ചെയ്യുക? മാക്സിമം ഷെയർ ചെയ്യുക. आपको मेरा बहुत बहुत धन्यवाद.